മനസ്സിലായോ നിനക്ക്? മോളെ മോളെ പേടിക്കണ്ട കേട്ടോ, ഒന്നുമില്ല. മോളുടേക്ക് പോടെ. കിരൺ, ഞാൻ അവരെ ഫോളോ ചെയ്യാം. ഹലോ അഖിൽ. വിനോദ്, അക്ഷര, എന്തു പറ്റി? നീ ചെല്ല്, അവര് കുഞ്ഞിനെ കൊണ്ടുപോയി. ചെല്ല് വിനോദ്. അഖിൽ, അടുക്കരുത്. സുരവരവർഷിണി ദുർധരദർശിനി ദുർമുഖമർഷിണി ഹർഷരതേ ത്രിഭുവനപോഷിണി ശങ്കരദോഷിണി കിൽബിഷമോ
പറ്റിയോ? എന്താ സംഭവിച്ചത്? അറിയില്ല, എന്തൊക്കെയോ നടന്നു. ആകെ ബഹളാർന്നു. ഇടയ്ക്ക് ലൈറ്റ് ഓഫായി വെളിച്ചം വരുമ്പോ കുഞ്ഞിവിടെ നിൽക്കണുണ്ട്. കുട്ടി ആരാ രക്ഷിച്ചത്? അറിയില്ല, എല്ലാം ദേവിയുടെ മായ. ആപത്തൊന്നും കൂടാതെ കുട്ടിയെ കിട്ടിയത് ദുർഗാദേവിയുടെ അനുഗ്രഹമായി കാണുക. ആ, ചടങ്ങുകൾ തുടങ്ങാൻ സമയമായി. നിവേദ്യത്തിന് തീജ്വാല പകരണം. ശരി തിരുമേനി. വാ, ശരി, അങ്ങോട്ട് മാറിക്കൊള്ളുക. നമുക്ക് സ്റ്റേഷൻ ഫോർമാലിറ്റീസ് ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടൊന്ന് വന്നേക്ക്. മോളെ ആരാ രക്ഷിച്ചെന്ന് കണ്ടോ? ആരാ? ആരാ ആരാ മോളെ? ദുർഗ ഇതുവരെ എത്തിയില്ലേ? ഇല്ല, എവിടെയെങ്കിലും പോയ വഴിയല്ലേ. ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പെണ്ണ്. അമ്മേ, ചടങ്ങിന് സമയാവുന്നല്ലോ. ഇത്തവണ അഷിത ചെയ്യട്ടെ, അവളും ഈ കുടുംബത്തിൽ തന്നെയല്ലേ? അതെ, ദേ ദുർഗേച്ചി വന്നല്ലോ. നീ ഇത്തിരി സമയം എവിടെയായിരുന്നു? ഇവിടെ എന്തൊക്കെയാ നടന്നെന്നറിയോ? അവിടെ എന്തോ ബഹളമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാ ലേറ്റ് ആയത്. ഭാഗ്യത്തിന് ചടങ്ങിന് മുമ്പ് എത്താൻ പറ്റിയല്ലോ. ഇനിയിപ്പോ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. കലം വാങ്ങിക്കൊണ്ട് വന്നപ്പോ നിനക്ക് പൊങ്കാല ഇടാനുള്ള അരിയും സാധനങ്ങളൊക്കെ നിലത്ത് പോയല്ലോ. ദേ കിടക്കുന്നു. അയ്യോ, ഇങ്ങ തന്നെ ദാ. ഇനിയിപ്പോ അക്ഷത തന്നെ ചെയ്തു തുടങ്ങട്ടെ. അവളുടെ ഒരു കൊലം. ഇവിടെ വെക്ക്. എന്റെ മോളുടെ പൊങ്കാല അടുപ്പിൽ തന്നെ ആദ്യം തീ കത്തിച്ചു തുടങ്ങട്ടെ. എന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടത്തി തരണമെന്ന് ദേവിയോട് പ്രാർത്ഥിക്കാനാ ഞാൻ വന്നത്. ആ, പൊങ്കാല അടുപ്പിൽ തീ കൊളുത്താൻ സമയമായി. പായസം വെച്ച് തിളച്ചു തൂവുമ്പോ ആ ആഗ്രഹം ദേവി എനിക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം നടക്കരുതെന്നാണോ വിധി? അതാണോ എനിക്ക് ചടങ്ങിൽ നിൽക്കാൻ പോലും പറ്റാതെ വന്നത്? അമ്മേ, മഹാമായി, അരുതാത്തത് എന്തൊക്കെയോ സംഭവിച്ചിരിക്കണോ? ചിലപ്പോ ഇവിടെ നടന്ന ബഹളങ്ങളൊന്നും ദേവിക്ക് ഇഷ്ടപ്പെടാതെ വന്നതാവും. ഇനി അതൊന്നും പ്രശ്നമായിട്ട് കരുതണ്ട. ഒരു കാറ്റടിച്ചു തിരികെട്ടുപോയിന്ന് വിചാരിച്ചാ മതിയല്ലോ. എല്ലാം ദേവിയുടെ ഇച്ഛ പോലെ നടക്കും. ഒന്നുകൂടി തിരിതെളിച്ച് വരാം. ചേച്ചി, ചേച്ചി എന്താ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. അല്ല, അത് നുണയാ. ഈ നടയിൽ നിന്ന് നുണ പറയാൻ പാടില്ലെന്ന് ചേച്ചിക്ക് അറിയില്ലേ? അത് എനിക്കിന്ന് ദേവിക്ക് നിവേദ്യം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല. അതിന്റെ സങ്കടത്തിൽ ഇരുന്നു പോയതാ.
അതെന്താ സാധിക്കാതിരുന്നത്? ഓ, അതാണല്ലേ കാര്യം. എനിക്ക് ചേച്ചി ഒരു സഹായം ചെയ്താൽ നമ്മുടെ രണ്ടുപേരുടെ സങ്കടം തീരും. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി നിവേദ്യം വെക്കാനാ വന്നത്. പക്ഷെ എനിക്ക് അടുപ്പ് വെക്കാനും തീ കൂട്ടാനും ഒന്നും അറിയില്ല. ചേച്ചി എനിക്ക് വേണ്ടി അതെല്ലാം ചെയ്തു തന്നാ നമ്മൾ രണ്ടുപേരും ദേവിക്ക് നിവേദ്യം വെച്ചതുപോലെ ആവും. നമ്മളെ തമ്മിൽ കണ്ടുമുട്ടിച്ചത് ദേവി തന്നെയാ. വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വാ വാ. ആ വീട്ടിലെ മൂത്ത പെൺകുട്ടി അല്ലല്ലോ അടുപ്പ് കത്തിച്ചത്. അതാവോ എന്തോ തീ കെട്ടുപോകാൻ കാരണമായത്. എന്തോ അനിഷ്ടം ഉണ്ടായിട്ടുണ്ട്, അത് ഉറപ്പാ. ഈ തിരുമേനി എന്താ വരാത്തെ? തീ കെട്ടതല്ലേ, എന്തെങ്കിലും പരിഹാര പൂജ ചെയ്തിട്ടാവും ഇനി വരുന്നത്. നിങ്ങളുടെയൊക്കെ മനസ്സിലെ ക്രൂരതകൾ കൊണ്ടാ ഇത്തരം ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മനുഷ്യന്റെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാവരുത്. അത് ദൈവങ്ങൾക്ക് പോലും സഹിക്കില്ല. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണു വിലാസിനി ജിഷ്ണുനുതേ ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി. നമുക്കിവിടെ പൊങ്കാലയിടാം. ഇങ്ങതാ. സുരവരവർഷിണി ദുർധരദർശിനി ദുർമുഖമർഷിണി ഹർഷരതേ ത്രിഭുവനഘോഷിണി ശങ്കരഘോഷിണി കിൽബിഷഘോഷിണി ഘോഷരതേ ധനുജനി ദോഷിണി ദിദിസുത. ഇവിടെ കാറ്റ് കുറവാ തിരുമേനി. ഇവിടുന്ന് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ചേച്ചിയല്ലേ കുടുംബത്തിലെ മൂത്ത കുട്ടി. എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ തിരുമേനി. പോന്നോളൂ തിരുമേനി. പ്രിയവാസിനി ഹാസരതേ ശിഖരി ശിരോമണി തുംഗഹിമാലയ ശൃംഗനികാലയ മധ്യപതേ. ശരിയാവട്ടെ, ഈ ഭാഗത്ത് കാറ്റില്ലല്ലോ. ഗിരിവരവിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണു വിലാസിനി ജിഷ്ണുനുതേ ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി തിരുമേനി, ഇനി അവരുടെ അടുപ്പിൽ തീ പകർന്നോളൂ. ആയിക്കോട്ടെ. ദേവി അനുഗ്രഹിക്കട്ടെ. ദേവി അനുഗ്രഹിച്ചു മോളെ. നിന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെങ്കിലും അത് ദേവി നടത്തിത്തരും. മോളെ ഇത് പിടിച്ചേ. അമ്മേ, ദേവി, എന്റെ നിവേദ്യം നീ സ്വീകരിച്ചല്ലോ, അത് മതി. എന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടുപിടിക്കാനും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും അന്വേഷണം തുടങ്ങുകയാ. എല്ലാം വേഗം കണ്ടെത്തി അമ്മയുടെ പേരിലുള്ള കളങ്കം മാറ്റാൻ സാധിക്കണേ. മോൾക്ക് ആപത്തൊന്നും വരുത്താതെ ഈശ്വരൻ കാത്തല്ലോ, അതന്നെ വലിയ കാര്യം. ആ, സഹദേവട്ടൻ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ ആകെ ടെൻഷനിലായി പോയി. അപ്പൊ മുതല് എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥന തുടങ്ങിയതാ. ഓ ഈശ്വര,
നമ്മൾ ആരോടും വലിയ ദ്രോഹങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈശ്വരൻ നമ്മളെ അങ്ങനെയൊന്നും കൈവിടില്ല, അത് ഉറപ്പാ. അതെ, മോളെ തിരിച്ചിട്ടുന്നത് വരെയുള്ളൊരു സമയം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അമ്മേ. എന്റെ ശ്വാസം നിലച്ചു പോയതുപോലെ എനിക്ക് തോന്നിയത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ആ സിറ്റുവേഷനും പൂർണിമ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഹോ, അത്രയും മനസ്സാന്നിധ്യം എനിക്ക് പോലും ഉണ്ടെന്ന് തോന്നില്ല. അത് ശരിയാ. അത്രയും ധൈര്യവും കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രഷറുകൾക്കിടയിലും പൂർണ്ണിമയ്ക്ക് ഭംഗിയായി ബിസിനസ് നോക്കാൻ പറ്റുന്നു. എന്നാലും പോലീസുകാര് സമ്മതിക്കണം, അവര് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കണ്ടെത്തി തന്നല്ലോ. അവരുടെ ഒരു സ്പെഷ്യൽ ടീം തന്നെയുണ്ട്. അതിലുള്ളവർ ആരൊക്കെയാണെന്നോ അവരെങ്ങനെയാണ് ഓപ്പറേഷൻസ് നടത്തുന്നതെന്നോ മറ്റു പോലീസുകാർക്ക് പോലും അറിയില്ല. നമ്മുടെ പോലീസ് ശരിക്കും ഒരു സംഭവം തന്നെ. അതെ, ഇതിനൊക്കെ അവസരം ഉണ്ടാക്കുന്നതേ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ സങ്കടം. സഞ്ജയെ ഒഴിവാക്കിയാലും പോവില്ലെങ്കിൽ എന്തു ചെയ്യും? ഈ പ്രായത്തില് എന്റെ കുഞ്ഞിനെ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എല്ലാം ഓരോ സമയദോഷത്തിന്റെയാ. ആ, അതൊക്കെ മാറാൻ ഒരു പൂജ നടത്തണം. അതിനി നിങ്ങൾ ആരും ഒരു തടസ്സം പറയരുത്. ഇല്ലമ്മേ, ഇനി ആരും തടസ്സം പറയില്ല. നമുക്ക് ഉടനെ അതങ്ങ് നടത്താം. അതെ, അത് തന്നെ വേണ്ടത്. പൃഥ്വി എവിടെ? You won the match. തെറ്റുകൾക്കൊരേ ഒരു ശിക്ഷയുള്ളൂ. സോ വിജയങ്ങൾ ആഘോഷിക്കാൻ നിനക്കിനി ആയുസ് ബാക്കിയില്ല. ഇന്നേ വരെ സംഭവിക്കാത്ത പോലെ അനർത്ഥങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടാവാൻ കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാ. അതിന് നീ എന്തിനാ ദുർഗയെ കുറ്റം പറയുന്നത്? അതിന് ഇവൾ എന്ത് തെറ്റാ ചെയ്തത്? നാത്തോൻ പറഞ്ഞാ ശരിയാ. ഇവിടെ ഇവളുടെ അമ്മ ഇരിക്കുന്ന സ്ഥലം നശിക്കും, ചുറ്റും നിൽക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും. എന്റെ ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയ. ഈ നാശത്തിനെ കൊണ്ട് ക്ഷേത്രത്തിൽ പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു. മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ടല്ലേ കൊണ്ടുപോകേണ്ടി വന്നത്. അതെ, ശരിയാ, ഞാൻ തന്നെയാ നിർബന്ധിച്ചത്. ഇനി എവിടെ പോയാലും ദുർഗയെ കൊണ്ടുപോകണമെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ മോള് തീ കത്തിച്ചപ്പോ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയണോ? അവസാനം ദുർഗമോള് തീ കത്തിച്ചപ്പോഴല്ലേ ദൈവം പ്രസാദിച്ചത്? മുത്തശ്ശി പറഞ്ഞതാ ശരി. ദേവിയെ പ്രീതിപ്പെടുത്താൻ ദുർഗേച്ചിക്ക് സാധിച്ചിട്ടുണ്ടെന്നും അത് സാധിക്കാതെ പോയത് അക്ഷിത ചേച്ചിക്കാണെന്നും കണ്ടു തന്നെ എല്ലാവർക്കും അറിയാം. അശി, വേണ്ട വേണ്ട അബി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആഹാ, അത് കൊള്ളാലോ. അണിയറയിൽ നിന്ന് എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് എന്റെ മോനെ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിപ്പിച്ചിട്ട് നീ നല്ല കുട്ടി ചമയുന്നോ? നിന്റെ നാടക അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്തിനാ വസുമതി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ദുർഗ എങ്ങനെ വേദനിപ്പിക്കുന്നത്?
ഓ, മകളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേദനിച്ചല്ലേ? എന്റെ മോളെ കത്തിയുടെ മുന്നിൽ നിർത്തിയപ്പോ എന്താ നിങ്ങൾക്ക് നോവാതിരുന്നേ? എവിടെയായിരുന്നു നിങ്ങളുടെ നാവ്? ഇനി ഒരിക്കൽ കൂടി ഇവൾക്ക് വേണ്ടി നീ എന്തെങ്കിലും സംസാരിച്ചാ ഈ വസുമതി ആരാണെന്ന് നീ അറിയും. കേറിപ്പോടാ. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള പ്രായം അവനും ആയതാ. അതുകൊണ്ട് നിന്റെ ഭീഷണിയൊന്നും നടക്കില്ല വസുമതി. മോളെ നീ വാ വാ. ഇതിനൊക്കെ അവസരം ഉണ്ടാക്കുന്നതേ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ സങ്കടം. അവളുടെ ഒരു തുണി. ആ നശിച്ചവളുടെ ഒരു ഓർമ്മ ഇനി ഈ വീട്ടിൽ വേണ്ട. കത്തിച്ചു കളയുന്ന നാത്തൂനെയല്ല. അയ്യോ 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 വസുമതി, എന്ത് വിവരക്കേടാ നീ കാണിക്കുന്നേ? ഇതുകൊണ്ട് നിനക്ക് എന്ത് മനസ്സമാധാനം കിട്ടുന്നേ? എങ്ങനെ ഞാനിത് സഹിക്കും എന്റെ ഭഗവാനെ? ഈശ്വരാ, മനസാക്ഷിയുള്ള ഒരാളും ചെയ്യുന്ന പ്രവൃത്തിയല്ല നീ ഈ കാണിക്കുന്നത്. നീ ചെയ്യുന്നൊക്കെ ശരിയാണെന്ന് നിനക്ക് ബോധ്യം ഉണ്ടാവും. നാളെ ഒരു സമയത്ത് നിനക്ക് കണക്ക് പറയേണ്ടി വരില്ലെന്ന് ആര് കണ്ടു? ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വന്ന ഞാൻ അങ്ങ് സഹിച്ചു. വാ നാത്തൂനെ. അയ്യോ അയ്യോ. അതെ, ഇവിടെ നിന്നിങ്ങനെ മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ നാട്ടുകാരെ അറിയിക്കാതെ കേറി വരാൻ നോക്ക്. വാ.
എനിക്കങ്ങോട്ട് വരാമോ? ആ ദുർഗയോ വാ. എന്തോറ്റി? കിരൺ കരയായിരുന്നോ? ഏയ് ഇത് ഉള്ളി അരിഞ്ഞേന്റെ. സത്യത്തിൽ സമ്മതിക്കണം, എന്തൊക്കെ കറികളാ പെട്ടെന്നുണ്ടാക്കുന്നേ. ആ അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. എന്നിട്ട് എന്തെന്നാ സ്പെഷ്യൽ ഉണ്ടാക്കിയത്? അല്ല അത് പിന്നെ ഞാനും നോക്കട്ടെ. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയല്ലേ. എന്തിനാ കിരൺ ഈ വയ്യാത്ത പണിക്ക് പോകുന്നത്? സ്വയം കുക്ക് ചെയ്തേ കഴിക്കുന്നാണെങ്കിൽ വല്ല ഇന്റർനെറ്റിലെ വീഡിയോയും കണ്ടു ചെയ്താ പോരെ? യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാ കൈപ്പുണ്യം കിട്ടില്ലല്ലോ. ഇനി ആ ന്യായം പറഞ്ഞു. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി തരാം. അത് എനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? തൽക്കാലം ആ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചോളാം. നിനക്ക് വേണ്ടിയാ ദുർഗെ ഞാനിതൊക്കെ വാങ്ങിയത്. ഇതുപോലെ നിനക്കിഷ്ടപ്പെടുന്ന 100 സമ്മാനങ്ങൾ വാങ്ങിത്തരണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയാനുള്ള ധൈര്യം ഇപ്പം എനിക്കില്ല. പക്ഷേ ഇനി വൈകില്ല.